പ്രൈസ് ഗോഡ്. കർത്താവ് ജനത്തോട് പറഞ്ഞത് വിശ്വസിക്കുക എന്നും ശിഷ്യന്മാരോട് പറഞ്ഞത് എന്നെ അനുഗമിക്കുക എന്നുമാണ്. മത്തായി 16:24 പറയുന്നുണ്ട്, പിന്നെ യേശു ശിഷ്യന്മാരെന്ന് പറഞ്ഞ തെറ്റിദ്ധരിക്കല്ലേ. ഇന്ന് കർത്താവിനെ നമ്മൾ സ്വീകരിച്ച് വീണ്ടും ജനിച്ച് നിൽക്കുന്ന മക്കൾ തന്നെയാ ശിഷ്യന്മാർ. പറഞ്ഞത്, ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. അപ്പൊ ഈ ക്രൂശാണ് ഈ ലോകപ്രകാരമുള്ള പ്രശ്നം. അപ്പൊ നമ്മൾ കർത്താവിലായി കർത്താവ് എന്ന് പറഞ്ഞു പോകുമ്പോൾ നമുക്ക് ചുറ്റും ക്രൂശുകൾ ഉണ്ടാകും. നമ്മൾ എന്തോ ഈ പറയുന്ന, എന്തോ ഈ കാണിക്കുന്ന, എന്തോ ചെയ്യുന്ന, എങ്ങനെ പോയാൽ എങ്ങനെ ആകും, നിന്റെ ഭാവിയെ പറ്റി നിനക്ക് ബോധമുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള ചില വർത്താനങ്ങൾ കേൾക്കാൻ നമുക്ക് ഇടയാകും. അതാണ് ഈ ക്രൂശ്. അപ്പം നമ്മൾ കർത്താവിലാണെന്നുള്ള, ഞാൻ സത്യസന്ധമായിട്ടൊരു കാര്യം പറയും, ഇന്ന് കർത്താവിനെ അറിഞ്ഞിട്ട് നന്നായിട്ടൊരു ആരാധന കൂടാനോ കൂട്ടായ്മയിൽ ഇരിക്കാനോ ഒന്നും പറ്റാതെ നിൽക്കുന്ന ഒത്തിരി ജനങ്ങളുണ്ട്. അവരുടെ സാഹചര്യം അങ്ങനെ. അപ്പൊ അതിനെ ക്രൂശായിട്ട് കണ്ട് നിൽക്കുമ്പോഴേ നമുക്ക് ഈ പറഞ്ഞ കർത്താവിൻ്റെ ആ ഒരു സന്തോഷവും സമാധാനവും സ്വസ്ഥതയും ഒക്കെ നമുക്ക് ഈ ലോകത്തിൽ ദിനം പ്രതി പ്രാപിച്ച് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഈ ഒരു ക്രൂശ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് ലോകപ്രകാരം. നമ്മുടെ ചുറ്റും നിൽക്കുന്നവർ അവർക്കത് മനസ്സിലാകത്തില്ല. അതുകൊണ്ടാണ് അവർ ആ രീതിയിൽ സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യുന്നത്. യോഹന്നാൻ സ്നാപകം പറഞ്ഞൊരു കാര്യമുണ്ട്. യോഹന്നാൻ 3:30 അവൻ വളരണം, ഞാനോ കുറയണം. ഹല്ലേലൂയ. അപ്പം നമ്മുടെ ഉള്ളില് ഈ ആത്മാവ്, പരിശുദ്ധാത്മാവ് വളരുകയും നമ്മുടെ ജഡത്തിന്റെ ആഗ്രഹം, ജഡത്തിന്റെ ചിന്ത അത് കുറയുകയും ചെയ്തു കഴിഞ്ഞാൽ ഇത് വളരെ കുറച്ചുകൂടെ സിമ്പിളായിട്ട് നമുക്ക് ഇനിയും കർത്താവിൽ സന്തോഷിച്ച് ആനന്ദിച്ച് പോകാൻ നമുക്ക് പറ്റും. നമ്മൾ ഒരു ധനികന്റെ കാര്യം പറയുന്നുണ്ട് മർക്കോസ് 10. അപ്പൊ ആ ധനികൻ 10:17 മുതലുണ്ട് അത്. ആ ധനികൻ നിത്യതയിൽ പ്രവേശിക്കാൻ എന്ത് വേണമെന്നുള്ള ഐഡിയ ചോദിക്കാൻ വന്നതാ. യേശുക്രിസ്തു പറഞ്ഞു, അതിന് നീ നന്നായിട്ടൊക്കെ നടക്കണം, അമ്മയും അപ്പനെയൊക്കെ നോക്കണം, ബഹുമാനിക്കണം, അതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവിനെ നോക്കിയിട്ട് സ്നേഹിച്ചു. നല്ലൊരു മനുഷ്യനാണ്, അതുകൊണ്ടാണ് കർത്താവ് സ്നേഹിച്ചത്. എന്നിട്ട് പറഞ്ഞ എന്തുവാ, നിനക്കൊരു കുറവുണ്ട്. അതെന്തുവാ, നിനക്കുള്ളത് മുഴുവൻ നീ വിറ്റിട്ട് ദരിദ്രർക്ക് കൊടുത്തിട്ട് നീ എന്നെ അനുഗമിക്കുക. അപ്പൊ ഇവന്റെ കുറവ് എന്താ? ഇവന്റെ സമ്പത്താണോ? തീർച്ചയായിട്ടും പുള്ളിയുടെ കുറവ് സമ്പത്താ. കാര്യം എന്താ? കർത്താവിനെ ഫോളോ ചെയ്യാൻ പറഞ്ഞപ്പോൾ എല്ലാവരും അവിടെ നിന്നവരെല്ലാം വലയം വിട്ടിട്ടൊക്കെ കർത്താവിൻ്റെ കൂടെ പോയത്. ഇവനെ വിട്ടിട്ട് പോകാൻ പറ്റുന്നില്ല. കാര്യം എന്താ? ഇവന് ആവശ്യത്തിൽ കൂടുതൽ സമ്പത്തുണ്ടായിരുന്നു. അപ്പം അതും വെച്ചുകൊണ്ട് ഇവനത് കർത്താവിനെ ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. പുള്ളിക്കത് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം. അപ്പൊ അതുകൊണ്ടാ പറഞ്ഞത്. അല്ലാതെ പുള്ളിക്ക് സമ്പത്തുള്ളത് എല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്താൽ നീ നിത്യതയിൽ പ്രവേശിക്കുമെന്നല്ല പറഞ്ഞത്. നീ അതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നീ ഫ്രീ ആകും. അന്നേരം എന്ത് പറ്റും? അന്നേരം നിനക്ക് എന്നെ അനുഗമിക്കാൻ പറ്റും. കർത്താവ് പറഞ്ഞത് മുഴുവൻ വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാനല്ല. കർത്താവ് പറഞ്ഞത് ഫോളോ മീ, എന്നെ അനുഗമിക്കുക. അതാണ് അതിൻ്റെ മാർഗം. അതാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന നിത്യതയിലേക്കുള്ള ഒരു മാർഗം. കർത്താവിനെ അനുഗമിക്കുക എന്നുള്ളത് മാത്രമാണ്. ലൂക്കോസ് 22:42 പറയുന്നുണ്ട്, പിതാവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നടക്കട്ടെ. ഹല്ലേലൂയ. അപ്പം നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ കർത്താവിനോടുള്ള കമ്മ്യൂണിക്കേഷനും എല്ലാം ചെയ്യണം. ഉറപ്പായിട്ടും നമ്മൾ ഇന്ന് നിൽക്കുന്ന ആവശ്യം എന്താണ് കർത്താവിനോട് പറയണം. എന്നിട്ട് കർത്താവിനോട് പറയാൻ, ആ പ്രാർത്ഥന എൻ്റെ ചെയ്യിക്കേണ്ടത്, എന്നാലും എൻ്റെ ഹിതമല്ല നിൻ്റെ ഹിതമാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ കാണുന്നതിനപ്പുറം കാണുന്നൊരു കർത്താവുണ്ട്. അതുകൊണ്ട് നമ്മൾ അവിടെ ലിമിറ്റ് ചെയ്യാതെ കർത്താവിൽ ഭരമേൽപ്പിക്കുമ്പോൾ അത് ആ കർത്താവ് കണ്ടിട്ടുള്ളത് എന്തുവാണ്? 1 കൊരിന്ത്യർ 2:9 പറയുന്നുണ്ട് അല്ലേ? ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരുത്തൻ്റെ ഹൃദയത്തിൽ പോലും നിരൂപിച്ചിട്ടില്ല. ഹല്ലേലൂയ. അങ്ങനെയുള്ള നന്മകൾ തന്നെയാ കർത്താവ് കരുതിയിട്ടുള്ളത്. അതുകൊണ്ട് ആ കർത്താവിനെ അനുഗമിക്കുന്നതിൽ സന്തോഷിക്കുക. ഈ ക്രൂശും കാര്യങ്ങളും എന്തുവാന്നുള്ളത് തിരിച്ചറിയുക. കർത്താവിനെ അനുഗമിക്കുമ്പോൾ നിങ്ങൾ കേൾക്കുന്ന ചില കുത്തുവർത്തമാനങ്ങളും നിങ്ങൾ കേൾക്കുന്ന ചില കാര്യങ്ങളും ഒക്കെ, അതാണ് ഇതിന് എതിരായിട്ട് നിൽക്കുന്ന ക്രൂശ് എന്ന് പറയുന്നത്.
അതുകൊണ്ട് അത് ഒരിക്കലെടുത്ത് കർത്താവ് എടുത്ത പോലല്ല. ഈ ലോകത്തിൽ ഇരിക്കുന്നിടത്തോളം ദിനം പ്രതി നമുക്ക് ഈ ക്രൂശ് എടുക്കേണ്ടി വരും. പക്ഷെങ്കിൽ നമ്മൾ അനുഗമിക്കുന്നത് കർത്താവിനെ ആകയാൽ ഈ കർത്താവ് നമ്മളെ ഇവിടെ കരുതും, പരിപാലിക്കും, പ്രൊട്ടക്റ്റ് ചെയ്യും. നമ്മളെ അനുഗ്രഹത്താൽ നടക്കുക തന്നെ ചെയ്യും. അതാണ് ഒരു കണ്ണും കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരാളുടെ ഹൃദയത്തിൽ പോലും നിരൂപിക്കാത്ത നന്മകൾ കൊണ്ട് നിങ്ങളെ നിറയ്ക്കും. ഗോഡ് ബ്ലെസ് യു.